ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവനമായ സ്മരണകളെ കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ മനസ്സുകൾ ഏറ്റെടുക്കുന്ന ഒരു സന്ദർഭമാണ് പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു പ്രവാചക പ്രകീർത്തനത്തിന്റെയും പ്രവാചക പ്രണയത്തിന്റെയും ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന കാലയളവായി നമ്മുടെ വയസ്സിൽ ഒരു വർഷത്തിൽ റബീഉൽ അവ്വലിന്റെ സ്ഥാനം വളരെ വലുത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വ്യക്തിപ്രഭാവത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിത്വത്തിന്റെ വലിപ്പത്തെ നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അതുപോലെ മറ്റൊന്ന് ഇല്ല എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം തന്നെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ആ നിയോഗത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ചിന്തയുടെ പരിമിതിയെ ബോധ്യപ്പെടുത്തി തരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം ഇന്ന ഗോത്രത്തിലേക്ക് ഇന്ന നാട്ടിലേക്ക് എന്ന രീതിയിലല്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും ഒരു നാട്ടിൽ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരുടെയും നേതാക്കളുടെയും ഒക്കെ മത രാഷ്ട്രീയ തലങ്ങളൊന്ന് പഠിച്ചാൽ അതുപോലെയല്ല മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം എന്ന് നമുക്ക് പരിപൂർണമായും ബോധ്യപ്പെടാം. അതിനുവേണ്ടി അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന വാചകങ്ങളെ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഹബീബിന്റെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എന്നാണ്. ശരീരത്തിൽ നിന്ന് വന്ന നബി എന്ന് പറഞ്ഞത് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. ആ ശരീരം എന്നുള്ളത് നബിയോടുള്ള പ്രിയം എത്ര ഉണ്ടാവണം, സ്നേഹം എത്ര ഉണ്ടാവണം എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ശരീരം. ജീവനുള്ള ശരീരം എത്ര വിലമതിപ്പുള്ളതാണിത്. നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ പറ്റി പറയും, അതെന്റെ ചോരയാണ്. സഹോദരനെ പറയാറുണ്ടല്ലോ, അതെന്റെ രക്തമാണ്, എന്റെ ചോരയാണ്, എന്റെ കൂടപ്പിറപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആളെ പറയും എന്റെ ജീവനാണ് എന്ന് പറയും. ജീവനായാലും ചോരയായാലും ജീവനുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഉള്ളതാണ്. ജീവനുള്ള ശരീരം, അതേക്കുറിച്ച് എന്തൊക്കെയാണോ നമുക്ക് പറയാനുള്ളത് അത് മുഴുവൻ, അത് നമ്മുടെ സ്വന്തം ശരീരമാണ്. ആ ശരീരത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം, ആ ശരീരങ്ങളിലേക്കാ നിയോഗം. എന്താ ഇപ്പൊ ഈ വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും വ്യാഖ്യാനം കൊടുക്കാൻ കഴിയാ? ഒരു മനുഷ്യന്റെ മനസ്സങ്ങോട്ട് തിങ്ങി നിറയാണ് മുത്തുനബിയെ അവതരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകളിലും പ്രയോഗങ്ങളിലും. ശരീരം മൊത്തവും ആണ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ രക്തമുണ്ട്, കരളുണ്ട്. എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറയും, എന്റെ കണ്ണാണ്, എന്റെ കരളാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒക്കെ അംശങ്ങളാ പറയാം, ഭാഗങ്ങളാ പറയാം. മിൻ അൻഫുസിക്കും എന്നാൽ മുത്തുനബി നിങ്ങളുടെ ശരീരത്തിന്റെ മൊത്തവും എന്തോ അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ഉൾക്കൊള്ളാനുള്ള ഖൽബ് നമുക്ക് തരട്ടെ. അതിനുള്ളൊരു മനസ്സിന്റെ വിശാലത അള്ളാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് ശരീരത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പ്രമാണം കൃത്യമായി തന്നെ പറഞ്ഞു. ശരീരത്തിൽ നിന്നുള്ളതാണെന്ന് പറയുന്നത് മനുഷ്യന് ബോധ്യമാകുന്ന ഒരു ഭാഷയാണ്. അതിൽ തന്നെ അവന്റെ മനസ്സങ്ങോട്ട് തിങ്ങി നിറയ ആ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ
എന്നാൽ കൃത്യമായി തന്നെ ഖുർആൻ പറഞ്ഞു ശരീരത്തെക്കാൾ സ്നേഹിക്കേണ്ടതുണ്ട് എന്ന്. അല്ലെങ്കിൽ ഹദീസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ശരീരത്തെക്കാൾ സ്നേഹിക്കാതെ മൂമിനാവില്ല എന്ന്. നമുക്ക് അനുബന്ധമായ ചില ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രതികരണമുള്ള സ്നേഹത്തിന്റെ ഉടമയാണ്. അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കും. അങ്ങോട്ടുള്ള സ്നേഹം ഖിയാമത്ത് നാൾ വരെ അനിശ്ചിതം ലോകത്ത് ഉണ്ടാവേണ്ടതാണ്. സൂറത്ത് തൗബയുടെ അവസാന ഭാഗം, ആയത്തുകൾ അവസാനിക്കുന്നത് ഹബീബിനെ കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ മിൻ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്നും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും. നബിയുടെ നിയോഗം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടുള്ള സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അത് നമുക്ക് നിർബന്ധം. നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാറുണ്ടല്ലോ, നമ്മൾ ശരീരത്തെ ഭംഗിയാക്കാറുണ്ടല്ലോ, ശരീരത്തിന് വേണ്ടി ചെയ്യാറുണ്ടല്ലോ. എന്നാൽ മുത്തുനബിയോട് നമുക്ക് വേണം ശരീരത്തെക്കാൾ സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം എല്ലാം. അങ്ങോട്ട് ചെയ്യപ്പെടുന്ന സ്നേഹം, സമർപ്പിക്കപ്പെടുന്ന ഇഷ്ടം അവിടുന്ന് പ്രതികരിക്കുന്നത് അതിന്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ആഗ്രഹമുള്ള ആളാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ വേദനകൾ അവിടുന്ന് ഏറ്റെടുക്കുന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങൾക്ക് കൂട്ടിരിക്കുന്ന കൂട്ടുകാരനാണ്. എന്തൊരു നിഷ്കളങ്കതയായിരുന്നു ആ ജീവിതം. ആയത്ത് അവസാനിക്കുന്നത് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് കൃപയുള്ള ആളാണ്, മുഅ്മിനീങ്ങളോട് കരുണയുള്ള ആളാണ്. റഊഫ് റഹീം എന്ന വാക്കിൽ പറയപ്പെടുന്ന കൃപയും കരുണയും ഒക്കെ അള്ളാഹുവിന്റെ വസ്ഫുകളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് കേട്ടോ. അള്ളാഹുവിന്റെ വസ്ഫുകളായ, അള്ളാഹുവിന്റെ ഗുണങ്ങളായ കൃപയും അള്ളാഹുവിന്റെ ഗുണങ്ങളായ കരുണയും ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളെ തന്നെയാണ് മുത്തുനബിയുടെ അവാച്യമായ അതുല്യമായ അവിടുത്തെ ഉമ്മത്തിനോടുള്ള കൃപയും കരുണയും എത്രയുണ്ടെന്ന് വർണ്ണിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കലാമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. റഊഫ് റഹീം അള്ളാഹിനെ കുറിച്ച് പറയാറ് സാധാരണ. അത് അള്ളാഹുവിന്റെ ദാത്ത് സിഫത്തുകളോട് യോജിച്ച രീതിയിൽ ഉള്ള റഅഫത്തും റഹ്മത്തുമാ അള്ളാഹുവിനുള്ളത്. അങ്ങനെയൊക്കെ അതേക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. ഹബീബായ നബി തങ്ങൾക്ക് അത്ര ഇഷ്ട, അത്ര സ്നേഹ, അത്ര കരുണ അവിടുത്തെ ഉമ്മത്തിനോട്. അപ്പൊ അങ്ങോട്ട് സ്നേഹിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞതിന് കൃത്യമായ ഒരു പ്രതികരണം അവിടെ നിന്ന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ ആയത്ത് തന്നെ നമുക്ക് ഏറ്റവും വലിയ അടിസ്ഥാനം, ഏറ്റവും വലിയ ആധാരം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീ കേട്ടോളൂ, ഉമ്മത്തിനെ അത്രയും സ്നേഹിച്ചു. ഉമ്മത്തിനോടുള്ള സ്നേഹം തന്നെ പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഒരൽപ്പം പറയാം. അദാബിന്റെ ആയത്തുകൾ പാരായണം ചെയ്യും. ആ സമയം പൂർവകാല സമൂഹത്തിന് വന്ന അദാബുകൾ, വരുന്ന അദാബുകളെ കുറിച്ചുള്ള ഖുർആന്റെ പരാമർശങ്ങൾ ഓതി വരുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർവീക സമുദായത്തിൽ സംഭവിച്ച അദാബുകളെ കുറിച്ചുള്ള ഖുർആന്റെ പരാമർശമുണ്ട്. അതിങ്ങനെ ഓതി വരുമ്പോ കേട്ടോളൂ. സഹീഹ് മുസ്ലിം അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ തനിച്ചിരുന്നു ഖുർആൻ ഓതി. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ഖൗലല്ലാഹി അസ്സ വജല്ല. തനിച്ചിരുന്നു ഖുർആൻ ഓതി. അപ്പൊ പൂർവിക സമുദായത്തിൽ സംഭവിച്ച അദാബുകളെ കുറിച്ചുള്ള പരാമർശമുള്ള ഭാഗം ഓതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നബി തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിലെ
പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്ത് ഇബ്രാഹീമിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഇബ്രാഹിം നബിയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് സൂറത്ത് ഇബ്രാഹീമിലുണ്ട്. അവിടെ അള്ളാഹുവിന്റെ ഇദാബ ജനതയിൽ വരുന്നതിനെ കുറിച്ചുള്ള വേവലാതി പങ്കിടല. അത് മുത്തുനബി ഇപ്പൊ ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓർമ്മ വരുന്നത് ആ സമൂഹത്തിൽ ഇറങ്ങിയ ഇദാബിനെ കുറിച്ചുള്ള പരാമർശം പാരായണം ചെയ്യുമ്പോൾ ഇപ്പൊ ഓർമ്മ വരുന്നത് സ്വന്തം സമുദായത്തെ കുറിച്ച്. അവിടെ നിന്നവിടെ കരയും, അവിടെ നിന്നുകൊണ്ട് കരയും. അള്ളാഹുവിന്റെ ഖുർആനിൽ, പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹീമിന്റെ ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم رب اجعل هذا البلد آمنا واجنبني وبني أن نعبد الأصنام رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. സൂറത്ത് ഇബ്രാഹീമിന്റെ 35-36 ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് ഇപ്പോൾ പാരായണം ചെയ്തത് കരയാൻ തുടങ്ങി. ഇബ്രാഹിം നബി അവിടുത്തെ സമൂഹത്തെ കുറിച്ച് അള്ളാഹുവോട് പരാതി പറഞ്ഞ് അവർ വഴിതെറ്റി പോയതിൽ അള്ളാഹുവോട് വിലപിക്കുന്ന വാക്കുകൾ, ശേഷം അവരെ പ്രാപിക്കാൻ പോകുന്ന ഇദാബിന്റെ കെടുതിയെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച ഇബ്രാഹിം നബിയുടെ സങ്കടങ്ങൾ ഇബ്രാഹിം നബി റബ്ബുമായി പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഇബ്രാഹിമിന്റെ ആയത്തുകൾ മുത്തുനബി പോതി. മറ്റൊരു സന്ദർഭത്തിൽ ഓതിയത് ഈസ നബിയുടെ വാക്കുകളാം. ഈസ നബി വിലപിച്ച് പറഞ്ഞ വാക്കുകൾ ഖുർആനിൽ ആയത്തായുണ്ട്. ആ ചരിത്രത്തിന്റെ ഉദ്ധരണി പറയുമ്പോ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈസ നബി പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഇദാബ് ഇറങ്ങാൻ പോകുന്ന എന്റെ ജനത, റബ്ബേ, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, അവർ നിന്റെ അടിമകളാണ്. അല്ലാഹ്. സയ്യിദനാ ഈസ ഇദാബിന്റെ ആയത്താണിത്. ഈസ നബിയുടെ സമുദായത്തിൽ ഇദാബ് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈസ നബി റബ്ബുമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ ഈസ നബിയുടെ വിഷമങ്ങൾ പറയുന്ന ഭാഗം ഖുർആനിൽ ആ കാലഘട്ടത്തിന്റെ ഇദാബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താം. അത് നിലവിൽ മുത്തുനബി ഇപ്പൊ പാരായണം ചെയ്തു. മഹാനായ അംർ ഇബ്നു ആസ് പറയാ, ആ സമയത്ത് പരിശുദ്ധമായ ഖുർആൻ അടച്ചു വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് 2 കൈകൾ അങ്ങ് ഉയർത്താൻ തുടങ്ങി. എന്നിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി. പടച്ചോനെ, എന്റെ സമുദായം ഇതുപോലെ ആകുമോ? പുന്നാര നബിതങ്ങൾ ഖുർആൻ പാരായണം നിർത്തിയിട്ട് ഉമ്മത്തിനെ ഓർത്തുകൊണ്ടങ്ങ് കരയാൻ തുടങ്ങി. അങ്ങനെയാ ഏതോ കാലഘട്ടത്തിൽ സംഭവിച്ച ഇദാബിനെ കുറിച്ചുള്ള ഖുർആന്റെ പരാമർശം കണ്ടപ്പോ എന്റെ ഉമ്മത്തിനും ഇദാബ് ഉണ്ടാകുമോ? അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടല്ലോ. വലിയ മഴയും കോളുമൊക്കെ കാണുമ്പോ സ്കൂള് വിട്ടു വരാൻ വൈകുന്ന മക്കളെ കാത്തു നിൽക്കുന്ന ഉമ്മയുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടല്ലോ. എന്റെ മക്കളാ മഴയത്ത് എന്താവും, കൊടയുണ്ട്, സൗകര്യമുണ്ട്, എന്നാലും ഉമ്മക്ക് തോന്നുന്ന ഒരു വേദനയുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെവിടെ? അന്തവും മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഉമ്മയുടെ സ്നേഹമല്ല, ഉമ്മയുടെ സ്നേഹമോ അപ്പാടെ സ്നേഹമല്ല. അള്ളാഹുവോട് ദ്വാരക്കാൻ തുടങ്ങി. ആ സമയം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് നബിയേ അങ്ങ് കരഞ്ഞത്? അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു,
ഈ ആയത്തുകളിൽ അദാബിനെ കുറിച്ചുള്ള പരാമർശം കണ്ടപ്പോ എന്റെ സമുദായത്തിനും അതുപോലെ അദാബ് വരുമോ എന്റെ വിലാപം അതിന്റെ പേരിലായിരുന്നു. ജിബ്രീൽ സമാധാനിപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. എല്ലാവർക്കും ഒരു പ്രതീക്ഷ ആ മുറ്റത്തെത്തിയ എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു. രാജ്യത്തിന്റെ പരമോന്നത ശിക്ഷ ലഭിക്കുന്ന കുറ്റമായിരുന്നു ഒരു വിവാഹിതൻ വ്യഭിചരിക്കാൻ പോവാ എന്നത്. എറിഞ്ഞുകൊല്ലും, പരസ്യമായി അഭിമാനനഷ്ടം, ജീവഹാനി ഒക്കെ ഉണ്ട്. അതാണ് വ്യഭിചാരത്തിന് മദീനയിലെ നിയമം. ന്യായാധിപന്റെ മുന്നിൽ വരുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. കരുണയുടെ പ്രതീക്ഷ, പ്രാർത്ഥനയുടെ പ്രതീക്ഷ, ചേർത്ത് പിടിക്കലിന്റെ പ്രതീക്ഷ, പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതീക്ഷ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് വരികയാണ് മഹാനായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാ. അബദ്ധം പറ്റി മുത്തുനബിയുടെ മുന്നിൽ വരാ. അവിടെ വന്ന് തുറന്നു പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. രക്ഷപ്പെടാൻ 5ഓളം പഴുതുകൾ കാണിച്ചു കൊടുത്തു. പക്ഷേ മാഇസിന്റെ ആ നിഷ്കളങ്ക നിർമ്മലമായ ഹൃദയം ആ തെറ്റ് ഏറ്റു പറയുന്നതിന്റെ കൂടെ തന്നെ ആനുകൂല്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. 5ഓളം പഴുതുകൾ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് രക്ഷപ്പെട്ടു പോവാണി പോട്ടെ, തൗബ ചെയ്തു വരുന്നതല്ലേ. പക്ഷേ സൂചനകൾ കൊടുക്കാനേ പറ്റൂ, വ്യക്തമാക്കി പറയാൻ കഴിയില്ല. കാരണം നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി വെച്ച് രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ട് ആ പശ്ചാത്താപത്തിൽ തന്നെ കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റ് ആവർത്തിക്കില്ലെങ്കിൽ ഒരു ജീവിതം നഷ്ടപ്പെടാതിരിക്കുമല്ലോ എന്ന ഒരു കരുണയുടെ ഒരു സ്വാന്തനത്തിന്റെ, ചേർത്തുപിടിക്കലിന്റെ, ഒരു സ്നേഹം പങ്കിടലിന്റെ ആൾരൂപമായി മാറി 5 പഴുതുകൾ കാണിച്ചു കൊടുത്തു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം. മഹാനായ മഈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് തഹിർനി, നബിയേ എന്നെ ശുദ്ധീകരിച്ചാലും. അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമത് ചോദിക്കാണ്, റസൂലുള്ളാഹിക്ക് മനസ്സിലായി വ്യഭിചരിച്ചു വരണേന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ പറഞ്ഞു, പൊയ്ക്കോ, തിരിച്ചു പൊയ്ക്കോ, അള്ളാഹുവോട് തൗബ ചെയ്താൽ മതി. ശുദ്ധിയാക്കാലൊക്കെ അള്ളാഹുടെ പണി, അങ്ങോട്ട് പൊയ്ക്കോ. മടക്കി വിട്ടു. മഹാനായ സ്വഹാബി മടങ്ങി, അനുസരിക്കണമല്ലോ. മടങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകണം. മടങ്ങിപ്പോകൽ കുറച്ചങ്ങോട്ട് നടന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകുന്നു. മടങ്ങിപ്പോകലുണ്ടായി, പറഞ്ഞതനുസരിച്ചു. തിരിച്ചു പിന്നെ വന്നു. എന്നിട്ട് രണ്ടാമത് ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖിറിനി, എന്നെ ശുദ്ധീകരിക്കുന്ന നബിയെ. അപ്പൊ നബി തങ്ങൾ രണ്ടാമത് പറഞ്ഞു, പൊയ്ക്കോ, നിന്റെ കാര്യം കഷ്ടം. വൈഹക് ഇർജിഇ ഫസ്തഗ്ഫിറല്ലാഹു വതുബ് ഇലൈഹി, മടങ്ങിപ്പോയിക്കോ മോനെ, അള്ളാഹുവോട് തൗബ ചെയ്താൽ മതി. മഹാനവറുകൾ 2ാം വട്ടവും മടങ്ങി. പിന്നെ 3ാമത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഖിറിനി. അള്ളാഹുവിന്റെ ഹബീബ 3ാം വട്ടം സ്വഹാബിയോട് ചോദിച്ചു, മോനെ നിനക്ക് വല്ല ഭ്രാന്തുമുണ്ടോ? നിന്നെ ഞാൻ എന്തിനാ ശുദ്ധീകരിക്കുന്നത്? നിനക്ക് വല്ല ഭ്രാന്തുമുണ്ടോ? സ്വഹാബിയോട് ചോദിച്ചു. അങ്ങനെ 3-4 പ്രാവശ്യം ആ സ്വഹാബി പിന്നെ പറഞ്ഞു, നബിയെ, ഞാൻ ഭ്രാന്തനല്ല, നിന്നെ ഞാൻ എന്തിനാണ് ശുദ്ധീകരിക്കേണ്ടത്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു നബിയെ. തെറ്റ് പറയുന്നതിന് മുമ്പ് വീണ്ടും ചോദിച്ചു. 5ാമത് ഹബീബിന്റെ ആനുകൂല്യം കണ്ടോ? അബിഹി അശ്രിബ ഖംറാ. ഈ സ്വഹാബി ശ്രേഷ്ഠൻ കള്ളു കുടിച്ചിട്ടുണ്ടാവും. കള്ളു കുടിച്ചതിന്റെ ശിക്ഷ വ്യഭിചരിച്ചു വന്നതിന്റെ താഴെ, ജീവഹാനിയില്ല, തല്ലുമായിരിക്കും. എന്നാലും മരണം വരെ കല്ലെറിഞ്ഞു കൊല്ല എന്ന നിയമത്തിന്റെ കഠിനമായ അവസ്ഥയില്ല. അപ്പൊ മറ്റു പല സ്വഹാബികൾ ചെന്നുകൊണ്ട് ചെക്ക് ചെയ്തു. അപ്പൊ വായ മണത്തി നോക്കി, കള്ളിന്റെ സ്മെല്ലൊന്നുമില്ല, ലഹരി ബാധിച്ച ലക്ഷണമില്ല. ആള് കൂടാൻ തുടങ്ങി. 5 ആനുകൂല്യങ്ങൾ മഹാനായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്തു. മഹാനായ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിയമത്തിന്റെ 5 ആനുകൂല്യങ്ങളെയും വേണ്ടെന്ന് വെച്ചു. ചോദിച്ചു, വ്യക്തമായി തന്നെ ചോദിച്ചു, സനൈത, നീ വ്യഭിചരിച്ചോ? ഉവ്വ നബിയെ, ഞാൻ വ്യഭിചരിച്ചു. അപ്പോഴാണ് ഹബീബായ നബിതങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന അലംഘനീയ നിയമത്തെ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്.
മഹാന്മാരായ സഹാബത്ത് കല്ലെറിഞ്ഞു. മഹാനായ മാഇസ് ഷഹീദായി, അല്ലെങ്കിൽ മരണപ്പെട്ടു. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വഹാബികൾ രണ്ട് ചേരിയായി, അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന അവസ്ഥയായി. 2-3 ദിവസം കഴിഞ്ഞു. 2-3 ദിവസം ഫലബിസു ബിദാലിക യൗമൈനി ഔ സലാസതൻ. 2-3 ദിവസം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികൾ എല്ലാരും കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വന്നു. ഫസല്ലമ, സലാം ചൊല്ലി. എന്നിട്ട് അവരുടെ ഇടയിൽ ഇരുന്നിട്ട് പറഞ്ഞു, മാഇസിനെ കുറിച്ച് റസൂലുള്ളാഹിയുടെ നിലപാട് എന്താണെന്നറിയുമോ? ഇസ്തഗ്ഫിറൂ ലിമാഇസ് ഇബ്നു മാലിക്. മാഇസ് ഇബ്നു മാലിക്കിന് വേണ്ടി നിങ്ങൾ പൊറുക്കൽ തേടിക്കോ, ആഖിറത്തിൽ പദവി കയറാൻ തേടിക്കോ. സ്വഹാബികൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, മഹാനവറുകൾക്ക് വേണ്ടിയിട്ട് പൊറുക്കാൻ തേടൽ തുടങ്ങി. ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക് ഫഖാലൂ ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക്. മാഇസ് ഇബ്നു മാലിക്കിന് അല്ലാഹുവേ പൊറുക്കണേ, അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. സ്വഹാബത്ത് ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅതുഹും. എന്റെ പ്രിയപ്പെട്ട മാഇസ് കുറ്റബോധത്തോടുകൂടെ എന്റെ മുന്നിൽ വന്നിട്ട് വ്യഭിചാരത്തിന്റെ കുറ്റസമ്മതം നടത്തുമ്പോ ആ ഹൃദയം എനിക്ക് കാണാമായിരുന്നു. സ്വഹാബ, മഹാനായ മാഇസിന്റെ നെഞ്ചിടിപ്പ് എനിക്കറിയാമായിരുന്നു. മാഇസിന്റെ തൗബയുടെ ആഴം എനിക്കറിയാം. മാഇസ് ഒറ്റയ്ക്ക് ചെയ്ത തൗബയുണ്ടല്ലോ, ഒരു സമൂഹത്തിന്റെ മുന്നിൽ അങ്ങ് വീതം ചെയ്തു വെച്ചു കഴിഞ്ഞാൽ മാഇസിന്റെ തൗബയുടെ വിശാലത വലുതു തന്നെയാ. സയ്യിദുനാ റസൂലുള്ളാഹി, മഹാനായ മാഇസ് അത്രയും തൗബ ചെയ്തു. മാഇസിനും ചെന്ന് ചേരാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു പ്രതീക്ഷയാണ്. ആഖിറം രക്ഷപ്പെടാൻ ആ പ്രതീക്ഷ വേണം. മഹാനായ മാഇസ് ചെന്നു, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. നബിയേ, അങ്ങയിൽ ഞങ്ങളുടെ പ്രതീക്ഷ വലുത് തന്നെയാ. ഫീക ഖദ് അഹ്സൻതു ളന്നി. നബിയെ, അങ്ങയിലുള്ള ഞങ്ങളുടെ പ്രതീക്ഷ അത് വലുത് തന്നെയാ. എല്ലാവർക്കും വല്ലാത്ത പ്രതീക്ഷയാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും പ്രതീക്ഷ തന്നെയല്ലേ? الشفاعة هب لنا في القيامة مشفقا وخلنا إضلاع يا سيدي خير النبي اللهم صل وسلم وبارك عليه. പ്രതീക്ഷയായിരുന്നു മുത്ത് നബി. ഈ സമൂഹത്തിന് വേണ്ടി കരഞ്ഞു. ആരാ? ഈ സമൂഹത്തിന് വേണ്ടി കരഞ്ഞു. ആർക്ക് വേണ്ടി? ഈ സമൂഹത്തിൽ ഇനി ഒരിക്കലും നന്നാവൂല എന്ന് പറഞ്ഞ് നടക്കുന്നവന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, കരഞ്ഞ് 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 മരിച്ചു പോകുന്ന പോലെ സ്വന്തം ശരീരത്തെ കൊന്നുകളയല്ല നബിയേ. അങ്ങനെയാ പറഞ്ഞത്. നബിയെ, ഈ സമൂഹത്തിൽ നന്നാവാത്തവന് വേണ്ടി കരയുമ്പോ സ്വന്തം ശരീരത്തെ കൊന്നു കളയല്ല നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ ശകാരിച്ചു. എന്തിനത്രയും കരയുന്നത്? അങ്ങ് കരയുകയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങളായത്. സ്വന്തം ശരീരത്തെ കൊന്നുകളയല്ല നബിയേ, അവര് നന്നായിക്കോളും. അവര് നന്നാവാത്തതിൽ ഇത്ര വിഷമിക്കണ്ട.
നബിയെ സ്വന്തം ശരീരത്തെ കൊന്നുകളയല്ലേ പരിശുദ്ധ ഖുർആൻ. ചിലരുണ്ട് ദുഃഖം സഹിക്കാതെ വരുമ്പോ ഹൃദയം പൊട്ടി മരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. കണ്ടു നിന്ന ആള് കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെ നമ്മൾ വാർത്ത വായിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കരുത് നബിയെ. സ്വന്തം ശരീരത്തെ നശിപ്പിക്കല്ലേ, കൊന്നുകളയല്ലേ നബിയെ. അലാ ആസാരിഹിം, വിശ്വസിക്കാത്തവന്റെ പിന്നാലെ പോയിട്ട് ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി ഹസഫാ, ദുഃഖത്തിനാൽ അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ സ്വന്തം ശരീരത്തെ കൊന്നുകളയല്ല നബിയെ. ഇതൊരു പരീക്ഷയുടെ ലോകമാ, ഇതൊരു പരീക്ഷണത്തിന്റെ ഘട്ടമാ. ദുനിയാവ് അങ്ങനെയല്ലേ, ദുനിയാവ് ഒരു പരീക്ഷണമാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്നത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ മലക്കുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷ. അങ്ങനെ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത് അത് തന്നെ അവിടെ പറഞ്ഞത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇതൊരു പരീക്ഷയുടെ ലോക. ഈ പരീക്ഷയുടെ ലോകത്ത് നല്ലോണം അമൽ ചെയ്യുന്നവരെ ബോധ്യപ്പെടുത്തി കാണിക്കും മലക്കുകളുടെ മുന്നിൽ, മലക്കുകളെ ബോധിപ്പിക്കില്ല. അങ്ങനത്തെ ഒരു ലോകത്താ നമ്മളുള്ളത്. അള്ളാഹു നമുക്ക് വിജയിക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് വിജയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നബി എന്തിനാ കരയുന്നത്? അങ്ങെന്തിനാ കരയുന്നത്? സമുദായത്തെ അത്രയും ഏറ്റെടുത്തു, ഈ സമുദായത്തെ അത്രയും ഏറ്റെടുത്തു, ഈ സമുദായത്തെ അത്രയും ഏറ്റെടുത്തു. ഹബീബ് ഉള്ളിലേക്ക് കയറണം, ഹൃദയത്തിന്റെ അകത്തേക്ക് കയറണം. നമ്മുടെ ഹൃദയത്തിൽ എത്ര കയറിയാലും അത്ര കണ്ട് നിബിതങ്ങൾ നമ്മെ തിരിച്ചറിയും. അതൊരു പ്രതികരണമുള്ള സ്നേഹമാണ്. അവിടുത്തെ സ്നേഹിച്ച് വിജയിക്കാൻ കഴിയണം. അൻഹുൽ ഹുമൂമു ഫീക യാ ബദ്റുൻ തജല്ലാ ഫലകൽ വസ്ഫുൽ ഹസീനു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. നിങ്ങളിൽ ആരും മുഅ്മിനല്ല, ഇമാമാണല്ലോ. നിങ്ങളിൽ ആരും മുഅ്മിനല്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാവണം. അത് വെറുതെയല്ല, കൈപിടിച്ചുയർത്താൻ നബിയേ ഉള്ളൂ. നാളെ മഹ്ശറയുടെ കൊടും ചൂടിൽ കൈപിടിച്ചുയർത്താൻ. ജനങ്ങളിൽ എന്നോട് ഏറ്റവും ബന്ധം, ഖിയാമത്ത് നാളിൽ ഞാൻ ഏറ്റവും തിരിച്ചറിയുന്നത് ആരെയെന്നറിയുമോ? ഔലന്നാസി ബി യൗമൽ ഖിയാമ. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം ആർക്കെന്നറിയുമോ? അക്സറുഹും അലയ്യ സ്വലാ, എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാ. എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ. ചൊല്ലാലോ റബീഉൽ അവ്വൽ 100 വട്ടം ചൊല്ലാലോ ഇബ്രാഹിമിയ സ്വലാത്ത്. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള സ്വലാത്താണത്. 100 വട്ടം ചൊല്ലാം, 100 വട്ടം ചൊല്ലുക. പ്രത്യേകിച്ച് സുബഹി കഴിഞ്ഞ് ഹബീബായ നബിയുടെ പേരിലുള്ള സ്വലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് മഹാനായ ഹബീബായ നബി തങ്ങൾ തന്നെ ചൊല്ലിയിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്. 100 ചൊല്ലിക്കോ. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണണം എന്ന നെയ്യത്തിൽ 100 ചൊല്ലിക്കോ. അങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
100 സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സ്വലാത്ത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബ് അവിടുത്തെ ഇഷ്ടക്കാരിൽ നമ്മെ ചേർക്കട്ടെ. മദ്ഹുകൾ എത്ര പറഞ്ഞാലും തീരൂല, അത്രയും മദ്ഹ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവിടുത്തെ റുഫഖായിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സ്വലാത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ജീവിതങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് സ്വലാത്ത് മൗലൂദൊക്കെ ഓതിയവരുണ്ട്. മദ്ഹിൽ ചേരണം, സ്വലാത്തിൽ കൂടണം. പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത് കളയണ്ട. അത് റബീഇന്റെ ഒരു സമ്മാനായിട്ട് ഒരു 100 എന്തായാലും ഞാൻ ചൊല്ലും. ഈ റബീഉൽ അവ്വൽ ഇബ്രാഹിമിയ സ്വലാത്തിന്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാനുള്ള ഒരു അവസരമാക്കുകയാണ് ഞാൻ എന്ന പ്രതിജ്ഞ വേണ്ടത്. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.